ഏകദേശം 1000 അടി ഉയരമുള്ള മെഗാ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞർ. കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുമെന്നുമാണ് ഇവർ പറയുന്നത്. പ്രൊസീഡിംഗ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ 6.5 അടി വരെ താഴ്ന്നു പോകുമെന്നും ഇത് സുനാമിയെ കൂടുതൽ വിനയാക്കുമെന്നും പഠനം പറയുന്നു. എന്താണ് മെഗാ സുനാമി? ഇത് അമേരിക്കയുടെ ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുന്നത്? അപകട സാധ്യത എന്തെല്ലാമാണ് എന്നും വിശദമായി അറിയാം. ആദ്യം തന്നെ എന്താണ് മെഗാ സുനാമി എന്ന് പറയാം. സാധാരണ സുനാമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മെഗാ സുനാമി. 100 കണക്കിന് അടി ഉയരത്തിലുള്ള തിരമാലകളാണ് മെഗാ സുനാമി സൃഷ്ടിക്കുന്നത്. ശക്തമായ ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാവർഷങ്ങൾ പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് ഇവയുണ്ടാകുന്നത്. സാധാരണ സുനാമിയിൽ നിന്ന് വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തും. തീരദേശം മാത്രമല്ല, ഉൾഗ്രാമങ്ങളെ പോലും ഇവ നശിപ്പിക്കും. ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും അധിക സമയം കിട്ടില്ല. അത്രയും വേഗത്തിലാക്കും ഈ തിരമാലകൾ സഞ്ചരിക്കുക. അപൂർവമാണെങ്കിലും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളാകും വരുത്തുക. അടുത്ത 50 വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ 8.0 തീവ്രതയുള്ള ഭൂകമ്പത്തിന് 15% സാധ്യതയുണ്ടെന്നാണ് പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഭൗമശാസ്ത്രജ്ഞരുടെ പുതിയ പഠനം പറയുന്നത്. ഇത്തരമൊരു ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ മെഗാ സുനാമി ഉണ്ടാകും. ഇതോടെ തീരപ്രദേശങ്ങൾ 6.5 അടി വരെ മുങ്ങിയേക്കും. കൂടാതെ സിയാറ്റിൽ, ഒറിഗോൺ, പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും ഒലിച്ചു പോകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വടക്കൻ വാൻകൂവർ ദ്വീപിൽ നിന്ന് കാലിഫോർണിയയിലെ കേപ്പ് മെൻഡോസിനോ വരെ നീളുന്ന ഒരു ഫോൾട്ട് ലൈനായ കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അലാസ്ക, ഹവായി, അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിന്റെ ചില ഭാഗങ്ങൾ എന്നിവ അപകടത്തിൽപ്പെടും. ഇവ പൂർണ്ണമായി മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മെഗാ സുനാമി കാരണമുണ്ടാകുന്ന തിരമാലകൾ 1000 അടി വരെ ഉയരാം. ഇത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും. സാധാരണ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെ പോലെ ജനങ്ങൾക്ക് സ്ഥലത്തു നിന്നും മാറാനോ തയ്യാറെടുപ്പുകൾ നടത്താനോ ഉള്ള സമയം പോലും ലഭിക്കില്ല. മിനിറ്റുകൾക്കുള്ളിൽ മൈലുകളോളം സഞ്ചരിക്കാൻ ഈ തിരമാലകൾക്കാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. തെക്കൻ വാഷിംഗ്ടൺ, വടക്കൻ ഒറിഗോൺ, വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിലൊന്നാണ് കാസ്കാഡിയ സബ്ഡക്ഷൻ സോൺ. അധികം വൈകാതെ ഇവരെ വലിയൊരു ശക്തമായ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. വടക്കൻ കാലിഫോർണിയ മുതൽ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം 700 മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സോൺ പസഫിക് തീരത്ത് നിന്ന് ഏകദേശം 70 മുതൽ 100 മൈൽ വരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 10,000 വർഷത്തിനിടയിൽ ഇവിടെ 43 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1700 ജനുവരി 26-നാണ് ഇവിടെ അവസാനമായി ഭൂകമ്പമുണ്ടായത്. ഏകദേശം 9.0 തീവ്രത രേഖപ്പെടുത്തി. സുനാമി രൂപപ്പെട്ട തീരപ്രദേശം മുങ്ങുകയും ചെയ്തുവെന്നാണ് ഒറിഗോൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചത്. ഈ പ്രദേശത്ത് ഇനിയൊരു ഭൂകമ്പം ഉണ്ടായാൽ അത് 5 മുതൽ 7 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്നാണ് കണ്ടെത്തൽ. അതിനാൽ മെഗാ സുനാമിയിൽ ഈ പ്രദേശം പൂർണ്ണമായും നശിക്കാൻ സാധ്യതകൾ ഏറെയാണ്.